പനാമ കനാൽ ലോ ഗേറ്റ് തുറക്കുന്നു. ഓപ്പണിംഗ് ഓഫ് ലോ ഗേറ്റ്. ഗൈസ്, ഗുഡ് ഡേ. നമ്മളിപ്പോൾ ഉള്ളത് പനാമ കനാലിലാണ്. കനാലിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരണങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരാം, കേട്ടോളൂ കേട്ടോ. നമ്മളിപ്പോൾ പനാമ കനാലിലെ ഗാട്ടൂൺ ലോക്കിലാണ്. 26 മീറ്ററാണ് അവിടെ നിന്ന് ഈ മീൻ സീ ലെവലിൽ നിന്ന് മുകളിലേക്കുള്ളത്. എന്നിട്ട് ആ ഫ്രണ്ടത്തെ ഷിപ്പുണ്ടല്ലോ, ആ ഷിപ്പ് പോയ ശേഷം മാത്രം നമുക്കവിടെ പോകാൻ പറ്റുള്ളൂ. അവിടെ ആ ലെവലിനൊപ്പം വെള്ളം നിറയ്ക്കും. ഇവിടെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെയും വെള്ളം നിറച്ചിട്ട് ഫ്രണ്ടത്തെ ഷിപ്പ് പോയിട്ട് നമ്മുടെ ഈ ഇപ്പോഴത്തെ ലെവലുണ്ടല്ലോ അതിൻ്റെ പുറകിലത്തെ ഗേറ്റ് കൂടി അടയ്ക്കും. അടച്ച ശേഷം ഫ്രണ്ടത്തെ ആ നീലക്കപ്പലിൻ്റെ ലെവലിൽ വെള്ളം നിറച്ച ശേഷം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ ഗേറ്റ് തുറന്നിട്ടുണ്ട്. ആ കപ്പൽ മെല്ലെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടത്തെയും നമ്മുടെയും വാട്ടർ ലെവൽ ഏകദേശം ഒരേ ലെവലായിട്ടുണ്ട്. ഇതിപ്പോൾ കിഴക്ക് ഭാഗത്താണ് അവിടെയുള്ളത്. ഈ 2 ലോക്കുണ്ട്, ഒന്ന് ഈസ്റ്റേൺ സൈഡ്, വെസ്റ്റേൺ സൈഡ്. ഇപ്പോൾ ഈസ്റ്റേൺ സൈഡിലാണ് ഈ വെസൽ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചുവന്ന ഇതാണ്. ഓക്കെ, അതിനുണ്ട് 6 ലോക്കോമോട്ടീവുണ്ട്. ഇവിടെ ഫ്രണ്ടത്തെ ഷിപ്പ് പോയിട്ട് അവിടെ ഫ്രണ്ടത്തെ ഗേറ്റ് അടച്ചിട്ട് അതിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിലത്തെ ഗേറ്റും അടച്ചിട്ടുണ്ട്. ആ ഗേറ്റ് അടയ്ക്കുന്നത് പിന്നീട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കണമെന്ന് വെച്ചാൽ ഈ വെള്ളം നിറഞ്ഞ് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. ആ കാര്യത്തിനാണ് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. വീണ്ടും നമുക്ക് കിഴക്ക് വശത്തുള്ള ഷിപ്പിനെ നോക്കാം. POLES സ്പോർട്സ് എന്നാണ് ഷിപ്പിൻ്റെ പേര്. അത് നോക്കിക്കോളൂ, ശരിക്കുള്ള ഭംഗിയുള്ള കാഴ്ചയാണത്. ഇവിടെ ലോക്കോമോട്ടീവ് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ 6 എണ്ണം ഉണ്ടാവും. ഈ ഫ്രണ്ടിൽ മുൻവശത്ത് 4 എണ്ണം, ഈ 2 എണ്ണം 2 ഭാഗത്തായിട്ട്, പുറകിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ വയറൊക്കെ ഉണ്ടല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ സ്ലാക്കാവും. അപ്പോൾ ഇത് കൺട്രോൾ അവിടെ എവിടെയും സൈഡിൽ മുട്ടാണ്ട് വളരെ ടൈറ്റായിട്ടാണ് പോവുക അതിനകത്ത്. അതാണിത് സംഭവം. അതുകൊണ്ട് വളരെ പുറകിൽ പോയിട്ട് മുന്നോട്ട് പോയിട്ട് കംപ്ലീറ്റ് ഇവരുടെ കൺട്രോൾ ഈ ലോക്കോമോട്ടീവിൻ്റെ മുകളിലാണ് വെക്കുന്നത്. സ്പീഡും അതുമാതിരി വളരെ സ്ലോയിലേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഡോക്കിൻ്റെ വീതി എന്ന് പറയുന്നത് ആകെ 33.53 മീറ്ററാണ്. അപ്പോൾ കപ്പലിൻ്റെ മാക്സിമം പോകാൻ പറ്റുന്ന വീതി 32 മീറ്ററാണ്. 32 മീറ്ററുള്ള കപ്പലിനെയൊക്കെ പനാമാക്സ് എന്നാണ് പറയുക. ഓക്കെ, നമ്മുടെ ലോക്കിലേക്ക് വന്നിട്ടുണ്ട്, വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പനാമ കനാൽ നിർമ്മിതി സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ അത്ഭുതമാണ്. കുറച്ച് ജോഗ്രഫി കൂടി പറഞ്ഞു തരാം, എന്നാലേ ബാക്കി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, പനാമ കനാലിൻ്റെ വടക്ക് വശം അറ്റ്ലാന്റിക് ഓഷ്യൻ, താഴെ പസഫിക് ഓഷ്യനാണ് തെക്ക് ഭാഗത്ത്. അത് രണ്ടിൻ്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്തൂടെയാണ് പനാമ കനാൽ കടന്നു പോകുന്നത്. ഈ പനാമ കനാൽ സ്ഥിതി ചെയ്യുന്ന ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന് പറയും. എപ്പോഴും ധാരാളം മഴ കിട്ടുന്ന ആ മഴവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കൂടുതൽ കനാലിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. കനാലിൻ്റെ 2 അറ്റത്തും സമുദ്രനിരപ്പിന് ഭയങ്കര ഹൈറ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈ കപ്പലിൽ നമ്മൾ മുകളിൽ കൊണ്ടുപോയിട്ട് താഴത്തേക്ക് ഇറങ്ങണത്. ഇതിനകത്ത് 3 ഡോക്കുണ്ട്. ആദ്യം ഇപ്പം നമ്മൾ പസഫിക് നിന്ന് തെക്കോട്ടുനിന്ന് വടക്കോട്ട് പോവുകയാണെങ്കിൽ ആദ്യം കാണുന്നത് മിറാഫ്ലോറസ്, പിന്നെ പെട്രോമുഗൽ, പിന്നെയാണ് ഗാട്ടൂൺ ലോക്ക് എന്ന് പറയുന്നത്. 3 ഹൈറ്റിലാണ് കേട്ടോ. ആദ്യത്തെ മിറാഫ്ലോറസ് എന്ന് പറയുന്നത് 16.5 മീറ്റർ, മറ്റേത് പെട്രോമുഗൽ 9.5 മീറ്റർ, പിന്നെ ഗാട്ടൂൺ ലോക്ക് 26 മീറ്ററാണ്. ഈ കണ്ടോ അനിമേഷനിൽ കാണുന്നില്ലേ, ഇങ്ങനെ മുകളിൽ വെള്ളം നിറച്ചിട്ട് ഓരോ ഡോക്കായിട്ട് ഇറക്കുന്നിട്ട് എന്നിട്ട് നമ്മുടെ സമുദ്രനിരപ്പിൽ കൊണ്ടുവരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി ഡോക്ക് ഗേറ്റ് തുറക്കണം കാണിച്ചിരുന്ന കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇവിടെ 2 ഗേറ്റ് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ ഗാട്ടൂൺ ലേക്ക് ഉണ്ടല്ലോ, ആ തടാകത്തിൻ്റെ ഫോഴ്സ് നന്നായിട്ട് ആ ലോക്കിൽ വരാതിരിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന മഞ്ഞ കപ്പൽ ഒരു ഡോക്കിൻ്റെ കൂടെ മുമ്പിലാണ്. അവിടെ പോയിട്ട് അവർ താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഡോർ ഇപ്പോൾ തുറക്കാൻ പോവുക. തുറക്കണം, നമ്മൾ ബ്രിഡ്ജിൽ ഇൻഫോം ചെയ്യും. ഓക്കെ, റേഡിയോ കമ്മ്യൂണിക്കേഷൻ കേട്ടോളൂ കേട്ടോ. ബ്രിഡ്ജ് ഫോർവേഡ്, ഡോ ഗേറ്റ് ഓപ്പണിംഗ് ഫോർവേഡ്, ലോ ഗേറ്റ് ഓപ്പണിംഗ് ഫോർവേഡ്. ഞാൻ ഈ കപ്പലിൽ ചീഫ് ഓഫീസറാണ്. നമ്മുടെ മെയിൻ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഫോർവേഡിലാണ് ഉള്ളത്. ഫോർവേഡ് വെച്ചാൽ കപ്പലിൻ്റെ മുൻവശം. അവിടെ നിന്നെല്ലാം ബ്രിഡ്ജുമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. ഇവിടെ ക്രൂവിൻ്റെയും നമ്മുടെ ക്രൂവിൻ്റെ ഒക്കെ സേഫ്റ്റി നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടുത്തെ പനാമ കനാലിലെ ട്രോപ്പിക്കൽ ഫ്രഷ് വാട്ടറാണ് ഈ മഴവെള്ളം കൊണ്ടുണ്ടാവുന്നത്. അപ്പോൾ 0.9954 ഡെൻസിറ്റി. സാധാരണ ഫ്രഷ് വാട്ടറിൻ്റെ 1 ആയിരിക്കും. ഇതിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് നേരിട്ട് കേൾക്കാം കേട്ടോ. ഇനി ഇവരൊക്കെ പണി തുടങ്ങും. ഇവിടെ നിൽക്കുന്നില്ലേ, ഇവർക്കൊക്കെ നല്ല പണിയുണ്ടാവും. ഇവരൊക്കെയാണ് അത് കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഇതിലാണ് കൺട്രോൾ ചെയ്യുക. ഇതുണ്ട്, വയറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം നിൽക്കാൻ. അതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആളെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് ഡോറ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ചയുണ്ട്. മറ്റേ ആ സൈഡിലാണ് കപ്പൽ പോയിക്കൊണ്ടിരിക്കണം. ആണ്ടല്ലേ, ആ കപ്പലിൽ പോയിക്കൊണ്ടിരിക്കണം. ഈ സൈഡിൽ നമ്മൾ ഡോറ് തുറന്നുകൊണ്ടിരിക്കണം. മുഴുവൻ തുറന്നു കഴിഞ്ഞാൽ കപ്പലിൽ നല്ല പോകാൻ തുടങ്ങി. കണ്ടോ, ഡോറ് തുറന്നുകൊണ്ടിരിക്കണം. ഫുള്ള് തുറക്കണം. ഫുള്ളും ഫുള്ളിൻ്റെ മുകളിൽ പറയണ മാതിരി ഫുള്ളും
ഫുള്ളും തുറന്നു കഴിഞ്ഞു. എൻജിൻ സ്പീഡ് കൊടുത്തു. നമുക്കിനി മുന്നോട്ട് പോകാം. ഓക്കെ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചു തരാം. അത് ബാക്കിലത്തെ ഗേറ്റ് അടയ്ക്കണ കേസ് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് ഡോക്കിൻ്റെ പുറകിലത്തെ ഗേറ്റ് രണ്ടെണ്ണം ഒന്നിച്ച് അടയ്ക്കണതാണ് വീഡിയോ. ഇത് നമ്മൾ നേരത്തെ ഡോക്കിനകത്ത് കയറിയിട്ട് പുറകിലത്തെ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നു. ഗേറ്റ് അടച്ചിട്ട് അതിന് ശേഷമാണ് ഫ്രണ്ടത്തേൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഫ്രണ്ടത്തെ ഡോർ തുറന്നിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ വാട്ടർ ലെവൽ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേമാതിരി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. പനാമ കനാലിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഇനിയിപ്പോൾ 1-2 വീഡിയോ കൂടെ ഉണ്ടായിരിക്കും. അതിന് ശേഷം നമുക്ക് പുതിയ സബ്ജക്റ്റിലേക്ക് പോകാം. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാത്തിരിക്കാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ഗേറ്റ് മുഴുവൻ അടച്ചു കഴിഞ്ഞിട്ട് അതിന് ശേഷം ബൈ. എൻഡ് ഓഫ് ദി എപ്പിസോഡ് നമ്പർ 3.